പഹൽഗാമിൽ ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ പാക് ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യയുടെ സംയുക്ത സൈനിക നീക്കം ഓപ്പറേഷൻ സിന്ദൂർ. ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറിൻ്റെയും ആസ്ഥാനങ്ങളിലടക്കം മിസൈൽ ആക്രമണം നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് മറുപടിയായി മാറി മിന്നലാക്രമണം. പാക് അധീന കശ്മീരിൽ മാത്രമല്ല, മുർദക്, ഭവൽപൂർ തുടങ്ങി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും ഇന്ത്യൻ സൈനിക നീക്കം നാശം വിതച്ചു. ലാഹോറിനടുത്തുവരെ നീണ്ട ആക്രമണമാണ് രാത്രി 1:45 കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി നടത്തിയത്. ഭീകര ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ 70ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ജെയ്ഷെ തലവൻ മസൂദ് അസറിൻ്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. 21 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ മിസൈലുകൾ തൊടുത്തത്. ഇന്ത്യൻ വാദം തള്ളിയ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി നിയന്ത്രണ രേഖയിൽ പാക് ഷെല്ലാക്രമണത്തിൽ 10 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. യുദ്ധസമാനമായ ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നു. പഹൽഗാമിലെ ക്രൂരതയ്ക്ക് കിട്ടിയ തിരിച്ചടിയിൽ നിന്നും പാകിസ്ഥാൻ പാഠം പഠിക്കുമോ? ISIയും ഭീകര സംഘടനകളും നിയന്ത്രിക്കുന്ന പാക് പട്ടാളത്തെ നിയന്ത്രിക്കാൻ പാക് സർക്കാരിനും UN-നും അമേരിക്കയ്ക്കും ചൈനയ്ക്കും കഴിയുമോ? എന്നാൽ മറിച്ചാണ് അവരുടെ പോക്ക് സൂചിപ്പിക്കുന്നത്. അതിർത്തിയിലെ ഷെല്ലാക്രമണം അവരുടെ മനോഭാവത്തെ വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേണൽ സിബി ജോർജ്, കേണൽ CM ഉണ്ണിത്താൻ, PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ. ആദ്യം കേണൽ സിബി ജോർജിലേക്ക്. കേണൽ, ഇന്നത്തെ ഈ ആക്രമണം, അതിനുശേഷം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയും ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്നാണ് വാർത്താസമ്മേളനത്തിൽ ഇന്നലെ രാത്രി 1:45 സംഭവിച്ച ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകത്തോട് വിശദീകരിച്ചത്. അപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം, ആക്ഷൻസ് വെയർ മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ. മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ എന്ന നിലയ്ക്കാണ് ഇന്നലത്തെ ഈ ആക്ഷനെക്കുറിച്ച്, ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പറഞ്ഞത്. താങ്കൾ ഇതേക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ആ ആക്രമണ രീതിയെക്കുറിച്ച്, ആ ആക്ഷനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? Good evening. Thanks for having me here. നമ്മളൊരു സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ എയർ കണ്ടീഷൻഡ് റൂമുകളിൽ നമ്മളിരുന്ന് നോക്കുമ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളിൽ ചിലപ്പെട്ട സമയങ്ങളെപ്പറ്റി ഓർത്തു പോവുകയായിരുന്നു നാച്ചുറലായിട്ടും. അതായത് ഏകദേശം 10-25 വർഷം മുമ്പേ ഈ ഏരിയയിൽ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട്, ഈ പൂഞ്ച് സെക്ടർ, സിയാച്ചിൻ ഗ്ലേഷ്യർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ പൂഞ്ച് സെക്ടറിൽ ഞങ്ങൾ ഇതുപോലെ ബങ്കറുകൾ ഉണ്ടാക്കുകയാണ്. ഞാനിത് പറയാൻ കാര്യം, ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു ഐഡിയ വേണമല്ലോ, ഇത് ഏത് രീതിയിലുള്ള സ്ഥലമാണ്, എന്താണ് അവിടുത്തെ ലൈവ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കല്ലുകളും അല്പം മരങ്ങളും ഒക്കെ മാത്രമുള്ള മലകളും പർവ്വതങ്ങളുമാണ്. അപ്പോൾ നമ്മൾ പൂഞ്ച് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മലകൾക്ക് താഴ്വാരത്തിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയാണ് ഏകദേശം ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം. അക്രോസ് ദ റിവർ യു ഹാവ് ദി എനിമി സിറ്റിംഗ് ആൻഡ് എയിമിങ് അറ്റ് യു ഓൾ ദ ടൈം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ബങ്കറുകൾ ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ്. ബങ്കർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ലോക്കലായിട്ട് കിട്ടുന്ന പാറക്കല്ലുകൾ കൂട്ടി വെച്ച് ഒരു മുറി പോലെ അല്ലെങ്കിൽ ഒരു സുരക്ഷിത സ്ഥാനം കെട്ടിപ്പടുക്കുകയാണ്. അതുപോലെ മുകളിൽ റൂഫിൽ നല്ല കനമുള്ള സ്റ്റീൽ ഷീറ്റുകൾ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലും പിന്നെ നമ്മൾ മണ്ണ് വളരെ കനത്തിലിടും. അതിൻ്റെ മുകളിൽ പിന്നെ ഇല, ബ്രാഞ്ചസ്, അതും ഇതുമൊക്കെ ഇടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പീരങ്കിയുടെ ആക്രമണമോ ബോംബോ എന്ത് വീണാലും നമുക്ക് സുരക്ഷിതത്വം വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അവസരത്തിൽ ഈ സ്റ്റീൽ ഷീറ്റ് ഒരു സമയത്ത് പൊക്കി വെക്കുകയാണ്. അപ്പോൾ ഡിയോ എന്നും പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ഈ സ്റ്റീൽ ഷീറ്റെ തട്ടി തെറ്റിപ്പോയി, റിക്കോഷേ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ പണി നിർത്തി. പിന്നെ നമ്മളുടെ ശ്രമം രാത്രി ഇത് ഉണ്ടാക്കാമെന്നുള്ളതാണ്.
രാത്രി ഉണ്ടാക്കാനായിട്ട് ഈ ഹറിക്കെയിൻ ലാമ്പൊക്കെ വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കും. ഈ ഹറിക്കെയിൻ ലാമ്പാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് മണ്ണെണ്ണ ഒഴിച്ച് ഉപയോഗിക്കുന്ന ഒരു വിളക്കാണ്. അത് വെച്ച് ഉപയോഗിച്ചാലും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഈവൻ ടെലിസ്കോപ്പ് ഉണ്ട്, ബൈനോക്കുലർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, നൈറ്റ് വിഷൻ ഡിവൈസസ് ഉണ്ട്. അത് വെച്ചും ഒരു പക്ഷേ കണ്ടുപിടിക്കും. എന്നിട്ടും സ്നൈപ്പർ ഫയർ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതും നടക്കാതെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് അല്ലെങ്കിൽ മൂൺ ലൈറ്റിൽ വർക്ക് ചെയ്യുക. ഇതാണ് അവിടുത്തെ നിത്യേന ഉണ്ടാകുന്ന ഒരു സംഭവ വികാസം എന്ന് പറയാം. ഈ ഓപ്പറേഷൻ സിന്ദൂറും ഇരുട്ടിലായിരുന്നു. രാത്രി 11:45 നമ്മുടെ മിസൈലുകൾ ഈ പറഞ്ഞ ഏതാണ്ട് 21 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഈ ആക്രമണം ഇന്നലെ ആ തിരിച്ചടി നടന്നത്. അങ്ങനെയാണ് 21 ക്യാമ്പുകൾ തന്നെ അതുകൊണ്ട് അല്ലേ ഈ പറയുന്ന മെഷേർഡ് നോൺ എസ്കലേറ്ററി പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ എന്നാണ് ഇതേക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. അത് എത്രമാത്രം ശരിയായി ആണ് താങ്കളെപ്പോലെ ഒരാൾ വിലയിരുത്തുന്നത്? അതുമായി കിട്ടിയ വിവരങ്ങൾ വെച്ചായാലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാലും. See, when we look at a battle or a war condition or a military operation like this, today ഇന്നത്തെ സിനാരിയോയിൽ ഇത് വളരെ കോംപ്ലെക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ ആ ഒരു ജവാനിൽ നിന്ന് നമ്മൾ പിന്നെ എത്തുന്നത് ഡൽഹിയിലെ മിലിറ്ററി സ്ട്രാറ്റജിയിലേക്കാണ്. ആ മിലിറ്ററി സ്ട്രാറ്റജിയിൽ നിന്ന് പിന്നെ നമ്മൾ എത്തുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ നിന്നും പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്ര എളുപ്പമല്ലാത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചതിന് ഉത്തരമായിട്ട് 2 രീതിയിൽ ഞാൻ ഇതിനെ വിലയിരുത്തും. ഒന്ന്, ആ പറഞ്ഞതുപോലെ ഒരു ഡിപ്ലോമാറ്റിക് റെസ്പോൺസ്, അതായത് വളരെ അളന്ന് കുറിച്ച് തിരഞ്ഞെടുത്ത് മിലിറ്റൻസ് അവരുടെ ട്രെയിനിങ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നശിപ്പിച്ചു. ഇറ്റ് ഈസ് വെരി ആക്യുറേറ്റ്, വെരി കറക്റ്റ് ആൻഡ് വെരി വെൽ ഡൺ. അത് ഒരു ഡിപ്ലോമാറ്റിക് റെസ്പോൺസ്. പക്ഷേ ആസ് എ സോൾജിയർ യു സി, വേറൊരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വേറൊരു ചിന്താഗതിയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ പലരും ഈ രാജ്യത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു രീതിയിൽ പറയാൻ പറ്റും, ഇന്ത്യ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ഞാൻ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ഇപ്പം ഒരു യുദ്ധത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലെറ്റസ് സേ ദി ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കികൾ. ഇന്നത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് ആർട്ടിലറി ഗണ്ണിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 30, 35, 40 കിലോമീറ്റേഴ്സ്. അതങ്ങോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതൊക്കെ ഈ ഓപ്പറേഷനിലെ ഭാഗമായിട്ടുണ്ടായിരിക്കണം, അതങ്ങോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, രജിസ്ട്രേഷൻ ഓഫ് ടാർഗറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ 35-40 കിലോമീറ്റർ ഒരു റൗണ്ട് ചെല്ലുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് അല്പമൊക്കെ അതിൻ്റെ ടാർഗറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോയേക്കാം. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഓഫ് ടാർഗറ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്സർവ് ചെയ്ത് ചെറിയ കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫയറിംഗ് ബാറ്ററിക്ക് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ദി ആക്ച്വൽ ഷോ സ്റ്റാർട്ട്സ്. അത് ആ ബോംബാർഡ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിന് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, ദൈവമേ ഇവിടുന്ന് നരകത്തിലെങ്കിലും പോയിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന്. അത്രയാണ് ആർട്ടിലറിയുടെ എഫക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു വിധത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ നടന്നത് ഏകദേശം ഒരു ടാർഗറ്റ് രജിസ്ട്രേഷൻ ആയിട്ട് കണക്കാക്കി ഇനിയുമുള്ളത് വരാതിരിക്കുന്നതേ ഉള്ളൂ. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഞങ്ങൾ നരകത്തിലെത്തിയിരുന്നെങ്കിൽ ഭേദമായിരുന്നു എന്ന് വേണമെങ്കിലും ഒരു സോൾജിയർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഇത് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പക്ഷേ ഏതായാലും നമ്മുടെ വി ഹാവ് എ സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് വി ഹോപ്പ് ദാറ്റ് ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്.
ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ കേണൽ ശ്രീ ഉണ്ണിത്താനിലേക്ക്, CM ഉണ്ണിത്താനിലേക്ക് കൂടി പോവുകയാണ്. കാർഗിൽ വാറിൻ്റെ സമയത്ത് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു അനുഭവത്തിൽ നിന്നു കൂടിയായിരിക്കും അദ്ദേഹവും സംസാരിക്കാൻ പോകുന്നത്. കേണൽ ശ്രീ CM ഉണ്ണിത്താൻ, ഞാൻ ഈ സൂചിപ്പിച്ച പോലെ ഒരു പ്രിസിഷൻ അറ്റാക്കാണ് നടന്നത് എന്നൊരു വലിയ വിലയിരുത്തൽ ഉണ്ടല്ലോ. ഈ തിരിച്ചടി എന്നത് രാഷ്ട്രീയമായി എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. അത് വളരെ പ്രൊപ്പോർഷനേറ്റായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഉത്തരവാദിത്തത്തോടെയാണ് അത് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതൊരു സിവിലിയൻ അറ്റാക്കിലേക്ക് പോയിട്ടില്ല എന്നാണ് നമ്മുടെ വിശദീകരണം ഇക്കാര്യത്തിൽ. പാകിസ്ഥാൻ അത് ആ നിലയിൽ എടുത്തിട്ടില്ല. അതേസമയം അളന്നു തൂക്കിയുള്ള അറ്റാക്കാണ് നടത്തിയത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പ്രിസിഷൻ അറ്റാക്ക് എന്ന് പൂർണ്ണാർത്ഥത്തിൽ താങ്കൾ അതിനെ കാണുകയാണോ, വിലയിരുത്തുകയാണോ? ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാതെ നമ്മുടെ റഫേൽ വിമാനവും അതിലുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ചിലുള്ള മിസൈൽസും ഉപയോഗിച്ച് ഭാവൽപൂരിലും പിന്നെ ഗുൽപൂർ എന്ന് പറയുന്ന 2 LETയുടെയും പിന്നാണെങ്കിൽ മൗലാന മസൂദ് അഷറിന്റെയും ഹെഡ്ക്വാർട്ടർ അവിടെ അറ്റാക്ക് ചെയ്തു. അതെ, ജയ്ഷയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മർക്കസ് സുബാനുള്ള ക്യാമ്പിലാണ്. അതുപോലെ ഈ മുർദേഖും പവൽപൂറും താങ്കൾ സൂചിപ്പിച്ചത് ഏതാണ്ട് ലാഹോറിന് അടുത്ത് വരെ എത്തുന്ന ഒരു ആക്രമണം, അതായത് ഒക്യുപ്പൈഡ് കാശ്മീർ. തീർച്ചയായിട്ടും അതെ, 100 ചില്ലുവാനം കിലോമീറ്റർ ഈ മിസൈൽസ് ഗൈഡ് ചെയ്ത് അവിടെ എത്തിച്ചിട്ട് പാകിസ്ഥാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കൺഫേം ചെയ്ത് കഴിഞ്ഞു, മൗലാന മസൂദ് അസറിന്റെ 10 ആൾക്കാർ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു, കൺഫേം ചെയ്തിട്ടുണ്ട്. അത് പ്രിസിഷൻ അറ്റാക്ക് അല്ലെങ്കിൽ എത്രയോ ആൾക്കാർക്ക് കൂടുതൽ, അല്ലെങ്കിൽ സിവിലിയൻസ്. ഇതൊരു മദ്രസ കേന്ദ്രമായിട്ട്, മദ്രസയുടെ തൊട്ടടുത്താണ് അതിന്റെ അണ്ടർഗ്രൗണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ മിസൈൽസ് അവിടെ എത്തിക്കുക. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിസൈൽസ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അതായത് സ്കാൽപ് മിസൈൽ എന്ന് പറയുന്നത്, സ്റ്റോം ഷാഡോ എന്ന് പറയുന്ന മിസൈലും, രണ്ടാമത്തെ ഹാമർ. ഇതിനാണെങ്കിൽ 550 കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാവുന്നതാണ് സ്കാൽപ് മിസൈൽ. അതില് ഏതാണ്ട് 1300 കിലോ ആണ് അതിന്റെ ഭാരം. അതിൽ 400 കിലോയോളം അതിന്റെ എക്സ്പ്ലോസീവ്സ് ആണ്. ആ 400 കിലോ സ്ഫോടന വസ്തുക്കളെ ആ ടാർഗറ്റിൽ എത്തിക്കുമ്പോൾ എത്രമാത്രം ഡാമേജസ് ഉണ്ടാകും, അതും ഏതാണ്ട് 4-5 മിസൈൽസ് അവിടെ എത്തിച്ചു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഒന്ന്. രണ്ടാമത്, 21 ലൊക്കേഷൻസ് ഇവിടെ ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പുകളുണ്ട്, പാകിസ്ഥാൻ ഓഫ് കാശ്മീരിലും അതുപോലെ നാഷണൽ ബോർഡറിന്റെ അക്രോസ്. ഇതിൽ 9 പ്ലേസസിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ക്ലെയിം അനുസരിച്ച്, അല്ലെങ്കിൽ അവരെല്ലാം പറയുന്നതാണെന്നുണ്ടെങ്കിൽ, അവർക്ക് റിസ്ട്രെയിൻസ് തയ്യാറാണ്, യുദ്ധത്തിന്റെ ആവശ്യമില്ല, സംസാരിക്കാമെന്നുള്ള രീതിയിലേക്ക് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ, ഖ്വാജ അഹമ്മദ് തന്നെ സംസാരിച്ചായിട്ട് ഞാൻ പാകിസ്ഥാൻ TV നിന്ന് കണ്ടു. അതുപോലെ ഇത്രമാത്രം പ്രിസിഷൻ. ബാക്കി 7 സ്ഥലങ്ങളിൽ ഇന്ത്യൻ ആർമിയുടെ മിസൈൽ ഡ്രോൺസ് ആണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 5 മുതൽ 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ബാക്കിയുള്ള 7 ലൊക്കേഷൻസ്. ഇവിടെയെല്ലാം ഇത്ര എഫക്റ്റീവായിട്ട് ഇത് ചെയ്ത് കാണിച്ചത് ഈ നടത്തുന്ന ഇന്റർനാഷണൽ ടെററിസം ബ്രീഡിംഗ് ഗ്രൗണ്ട്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വളവും വെള്ളവും കൊടുത്ത് ഈ ടെററിസ്റ്റിനെ ഉണ്ടാക്കി അക്രോസ് ദി ബോർഡർ ഇന്ത്യയിലേക്കും പ്രത്യേകിച്ചും അയക്കുന്ന ഈ പരിപാടി നിർത്താൻ വർഷങ്ങളായി പറഞ്ഞു. ബാലാക്കോട്ടിലുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും ഇത് പഠിക്കാത്ത ഒരു ഭരണാധികാരികളാണ് ഇന്ന് പാകിസ്ഥാനിലുള്ളത്. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്, ഇവർ വിചാരിച്ച അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ സംരക്ഷിച്ച്, അവർക്ക് വളവും വെള്ളവും കൊടുത്ത് സംരക്ഷിച്ച് ഇവർക്ക് ഒരു ഡെപ്ത് സ്റ്റേറ്റ് ആക്കി മാറ്റാമെന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു, അവരുടെ സ്ട്രാറ്റജിക് തിങ്കിങ്. അതെല്ലാം പൊളിഞ്ഞു. ഇന്നാണെങ്കിൽ താലിബാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ്. അപ്പം പാകിസ്ഥാന്റെ ഈസ്റ്റേൺ ഫ്രണ്ടിയറും ഇന്ത്യയോടെ ചേർന്നുള്ള ബോർഡറും വെസ്റ്റേൺ സൈഡും രണ്ടും ഇപ്പൊ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് വല്ലാത്ത തലവേദനയായി മാറിയിരിക്കുകയാണ്. അപ്പൊ പ്രിസിഷൻ അറ്റാക്കിൽ ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ കാരണം 71 യുദ്ധം 65 എത്രയോ ശാസ്ത്രീയപരമായിട്ടും ടെക്നോളജിക്കലും നമ്മൾ അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. നമുക്കത് നമുക്ക് ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ
അവിടെ നമ്മുടെ പിന്നെ മിസൈൽസും പിന്നെ അതുപോലെ ഗൺസും പിന്നെ ഡ്രോൺസും എത്തിക്കാൻ കഴിയുന്നുള്ള ഒരു വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇത് ലോകത്തിന് എല്ലാമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്തുകൊണ്ടെന്നാ, അത് പ്രത്യേകിച്ചും ചൈനയ്ക്കും ബംഗ്ലാദേശിലും ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെന്റ്സ് വെച്ചാൽ ബംഗ്ലാദേശിലെ ഒരു മേജർ ജനറൽ, റിട്ടയർഡ് മേജർ ജനറൽ മഹമ്മൂദ് എന്നാണെന്ന് തോന്നുന്നു, ഇദ്ദേഹം യുനെസ് ഗവൺമെന്റ് അഡ്വൈസർ കൂടിയാണ്. പറഞ്ഞത് ഒരു 3-4 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താണെന്ന് അറിയാമോ? പിന്നെ പാകിസ്ഥാനെ ഇന്ത്യ അറ്റാക്ക് ചെയ്താൽ ബംഗ്ലാദേശ് തീർച്ചയായിട്ടും പിന്നെ ഈസ്റ്റേൺ നമ്മുടെ 7 സിസ്റ്റേഴ്സ് പറയുന്ന ആസാം, മണിപ്പൂർ, ത്രിപുര, മേഘാലയ ഈ രാജ്യങ്ങളെ പിടിച്ചടക്കണമെന്ന്. എന്ത് വിവരത്തരവും പൊട്ടത്തരവും അയാൾ പറഞ്ഞു. ഇവൻ അറിയാമോ പിന്നെ ബേസിക്കലി ഇന്ത്യൻ ആർമിയുടെ ഡിപ്ലോയ്മെന്റ് പലർക്കും വലിയ കോർ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോർ എന്ന് പറഞ്ഞാണ്ട് 1.25 ലക്ഷത്തോളം പട്ടാളത്തിന്റെ സ്ട്രെങ്ത് ഉള്ള അവരുടെ ലൊക്കേഷൻസ് 3 കോറുകൾ, അതായത് നമ്മുടെ ഈ 7 സംസ്ഥാനത്തിന് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ അവർ വിചാരിച്ച 3-4 ദിവസം കൊണ്ട് ഈ ബംഗ്ലാദേശ് നമ്മുടെ കയ്യിലിരിക്കും. 71 ശക്തരായ പാകിസ്ഥാൻ പട്ടാളത്തെ അന്ന് നേരിട്ടത് 14 ദിവസത്തെ യുദ്ധത്തിന് 14 ഡേയ്സ് വാർ എന്നുള്ളത്, അതെ 4 ദിവസം കൊണ്ട് അടക്കാവുന്ന കേപ്പബിലിറ്റിയാണ് ഇന്ന് ഇന്ത്യൻ ആർമിക്കുള്ളത്. ഇയാൾ മറക്കാതിരിക്കട്ടെ, നല്ലതായിരിക്കും. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് വരാം. വളരെ ശക്തമായി തന്നെയാണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക നീക്കം. സൈനിക, കര, വ്യോമ, നാവികസേനകൾ അത്ര മികവോടെ തന്നെയാണ് ഒരു ശക്തമായ തിരിച്ചടിയും മറുപടിയും ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. ഞാൻ ശ്രീ പി ജെ വിൻസെൻറ്റിലേക്ക് വരികയാണ്. വിൻസെൻ്റ്, ഇത് പറയുമ്പോഴും വളരെ കൃത്യമായൊരു മെസ്സേജ് പാകിസ്ഥാന് പാലിക്കേണ്ടതായിട്ടുള്ള, അനുസരിക്കേണ്ടതായ വിധത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ആ വഴിക്ക് അവർ പോകുമോ? അതോ ഇപ്പോൾ നമുക്കറിയാം അവരുടെ സൈനിക മേധാവിയായിരിക്കുന്നയാൾ അസീം മുനീർ എന്ന് പറയുന്നത് അവരുടെ ISIയുടെ പഴയ മേധാവിയാണ്. സൈന്യത്തിൻ്റെ ഒരു വലിയ സ്വാധീനം അറിയാം. ഭീകര സംഘടനകൾക്കും ISIക്കുമൊക്കെ നല്ല സ്വാധീനമുള്ള പട്ടാളമാണ് അവിടെ. പാക് പട്ടാളമാണ് അതിനകത്ത്, ആ രാജ്യത്തിനകത്ത് എല്ലാ തീരുമാനങ്ങളിലേക്കും പോകുന്നത്. അങ്ങനെ തന്നെ ഇപ്പോൾ ആ നിലയ്ക്ക് തിരിച്ചടിക്കുക എന്ന നിലയിലേക്ക് പോയാൽ അത് ഒരു തരത്തിലും സുഖകരമായൊരു കാര്യമല്ല. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിന്നൊരു യുദ്ധത്തിലേക്ക് എന്ന മട്ടിലേക്ക് പോകും. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പരിഹാരക്രിയ തന്നെ ആകില്ല. കാരണം അത് എത്രമാത്രം കാഷ്വാലിറ്റികൾ, എങ്ങനെയൊക്കെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെ പ്രവചനാതീതമായി നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. സത്യത്തിൽ ആ നിലയിലേക്കൊക്കെ പോകാതെ ഭീകരതയ്ക്കെതിരായ ഈ മെസ്സേജ്, ഈ തിരിച്ചടി, അത് ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ എത്രമാത്രം പോകാൻ കഴിയും? ഷെല്ലാക്രമണം 10 എന്നുള്ളതായിരുന്നു വൈകുന്നേരം വന്ന കണക്ക് ഇന്ത്യക്കാരുടെ മരണം. ഇപ്പോൾ അത് 15 ആയിരിക്കുകയാണ്. നേരത്തെ പാക് മന്ത്രിയുടെ കാര്യം കേണൽ സൂചിപ്പിച്ചു. പക്ഷേ പാകിസ്ഥാൻ്റെ ആർമി സ്പോക്സ് പേഴ്സണായിട്ടുള്ള ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷരീഫ് പറഞ്ഞത് തിരിച്ചടിക്കും എന്നാണ്. അതായത് ഇന്ത്യയുടേത് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്ന് വെച്ചാൽ ഈ കിട്ടിയതിൽ നിന്നൊന്നും അവർ പഠിക്കാൻ പോകുന്നില്ല, ഇപ്പോഴും ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന ഒരു മെസ്സേജാണോ, അല്ലെങ്കിൽ എന്ന ധാരണയിൽ തന്നെയാണോ പാകിസ്ഥാൻ? ഏത് നിലയിൽ വേണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വിലയിരുത്തേണ്ടത്? പി ജെ വിൻസെൻ്റ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു കാവ്യാത്മകമായ മറുപടിയാണ്. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരവാദത്തിനെതിരായിട്ട് സ്ത്രീകളെ മുൻനിർത്തിയിട്ട് തന്നെയാണ് മറുപടി കൊടുത്തത്. നമ്മുടെ പത്രസമ്മേളനത്തിൽ സോഫിയ ഖുറൈശിയും ജോമിക സിംഗും പങ്കെടുത്തത് വളരെ പ്രതീകാത്മകമാണ്. സാധാരണ മനുഷ്യരെ, അതും സ്ത്രീകളുടെ അച്ഛൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊലപ്പെടുത്തുക, ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തുക, ഇത് ഒരു ഹെയ്നസ് ക്രൈമാണ്. അതിനോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് സംഭവിച്ചു. അതിൽ പ്രൊപ്പോർഷണേറ്റ് ആണോ എന്ന കാര്യത്തിലും നോൺ എസ്കലേറ്ററി ആണോ എന്ന കാര്യത്തിലും ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരും. കാരണം പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിൻ്റെ സ്വഭാവം അത് ഒരിക്കലും ഒരു കരാറുകളും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്കെതിരായി നിരന്തരമായി യുദ്ധം ചെയ്യുന്ന, ഷാഡോ വാർ നടത്തുന്ന, പ്രോക്സി വാർ നടത്തുന്ന അവരുടെ 1000 കട്ട്സ് ഡോക്ട്രിനിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 1972 ഷിംല കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചയിലുള്ള ബയലാറ്ററൽ ടോക്സിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം 1980-കളിൽ 90-കളിൽ ഭീകരത കയറ്റി അയച്ച് പാക് അധീന കാശ്മീരിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിരന്തരമായി ആക്രമിക്കുക എന്നുള്ള സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. ഇന്ന് വിക്രം മിശ്രയും അതുപോലെ 2 സൈനിക ഓഫീസർമാരും നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ
ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് വീഡിയോ കാണിക്കുകയുണ്ടായി. 2001 പാർലമെൻറ്റ് ആക്രമണം, 2002 അക്ഷദാം ആക്രമണം, 2008 ബോംബെ ആക്രമണം അടക്കം ഉറിയും പഹൽഗാം പുൽവാമയും കാണിച്ചതിന് ശേഷമാണ് പഹൽഗാം അറ്റാക്കിലേക്ക് വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി നിരന്തരമായി പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ യുദ്ധം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുതുമയാണ്. കാരണം പാകിസ്ഥാൻ്റെ മണ്ണിൽ യുദ്ധം എത്തിയത് 2 തവണ മാത്രമാണ്. അത് 1919 പുൽവാമയ്ക്ക് ശേഷം ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസിലുള്ള ബലാക്കോട്ട് നമ്മൾ ആക്രമിച്ചു. അതിനുശേഷം 2025 പഞ്ചാബ് പ്രോവിൻസിലെ ഭഗവൻപൂർ നമ്മൾ ആക്രമിച്ചു. ഇത് ഈ 2 സന്ദർഭത്തിൽ മാത്രമാണ് പാക് മണ്ണിലേക്ക് യുദ്ധമെത്തുന്നത്. അതിനു മുമ്പ് ഉറിക്ക് ശേഷം നമ്മൾ ആക്രമിച്ചത് പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളെയാണ്. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയെ നിരന്തരമായി ആക്രമിക്കുമ്പോഴും ഒരു പ്രതിരോധത്തിൻ്റെ തലത്തിലാണ് നമ്മൾ ഭാരതം നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇതുകൊണ്ട് ഒരു പ്രൊപ്പോർഷനേറ്റ് ആണോ എന്നുള്ള കാര്യവും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അത് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം വന്നാലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ യുദ്ധത്തിൻ്റെ ഗതി എന്താകും എന്നുള്ളത്. ഏതായാലും ശക്തമായ ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർചലനങ്ങളുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ചിത്രം. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ശക്തിയിലല്ല. അത് കഠിനമാണ്. നമ്മുടെ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ടഫസ്റ്റ് സോൾജേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. അതേസമയം ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മൾ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 1948 കാശ്മീർ പ്രശ്നം യുണൈറ്റഡ് നേഷൻസിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈസിയായി നമുക്കവിടെ ലോകത്തെ അത് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നാണ് നെഹ്റു വിചാരിച്ചത്. പക്ഷേ ബ്രിട്ടൻ്റെ പിന്തുണയോടുകൂടി എസ്പെഷ്യലി സാഫറുൽ ഖാൻ എന്ന പാകിസ്ഥാൻ്റെ UN പ്രതിനിധിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുന്നിൽ ചിത്രം മാറി. നമുക്ക് പൂർണ്ണമായി ഇന്ത്യക്ക് അനുകൂലമായി വരും എന്ന് വിചാരിച്ച കാശ്മീർ പ്രശ്നത്തിൻ്റെ ഗതി മാറി. അതുപോലെ 1972 ഷിംല കരാർ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ യുദ്ധത്തിൽ നമ്മൾ നേടിയെടുത്ത വിജയങ്ങളെല്ലാം ഡിപ്ലോമാറ്റിക് ടേബിളിൽ പാകിസ്ഥാന് അടിയറ വെച്ചു. ആ സമയത്ത് അത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ്. റഷ്യയിൽ പോയി പഠിക്കുകയും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ EKG നമ്പ്യാർ. അദ്ദേഹം തന്നെ പറയുന്നത്, അന്ന് റഷ്യക്കാരുടെ കമൻറ്റ്, നമ്മൾ യുദ്ധഭൂമിയിൽ സിംഹങ്ങളാണ്, പക്ഷേ ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ എലികളായി മാറും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പല ഘട്ടത്തിലും 1999 കാർഗിൽ യുദ്ധത്തിലടക്കം ഒരു യുദ്ധത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യ വിജയം നേടി. പക്ഷേ ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ നമ്മളുടെ യുദ്ധവിജയങ്ങളെ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഴയ അതിർത്തിയിലേക്ക് പിന്മാറുന്നതും കണ്ടു. അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഇന്ത്യ കൈവശം വെച്ചത്. ഏതായാലും ഇത് പാക് അധീന കാശ്മീരിലെ ബോർഡർ കേന്ദ്രീകരിച്ച് നിരന്തരമായ ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരും. ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള കാഷ്വാലിറ്റി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ കൃത്യമായി ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാനെ അല്ല ആക്രമിച്ചത് എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അതേസമയം ഇനി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയോ പാകിസ്ഥാനിലെ സിവിലിയൻസിനെയോ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചില്ല. അത് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരുന്നു, വളരെ കൃത്യവുമായിരുന്നു. പ്രൊപ്പോർഷണേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് അതിനെ കണക്കെടുപ്പ് നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ പാകിസ്ഥാൻ ഇനി ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യൻ സിവിലിയൻസിനെ ലക്ഷ്യം വെക്കണം, ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകളെ ആക്രമിക്കണം. ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ സിവിലിയൻസിനെയും അത് ടാർഗറ്റ് ചെയ്തത് കൊണ്ട് അത് നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശക്തമായ സൈനിക നടപടിക്ക് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അത് ഇന്ത്യ ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയപ്പോൾ പകരം ഇന്ത്യയിലെ സിവിലിയൻസിനെയും ഇന്ത്യയുടെ പട്ടാളക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം യുദ്ധമുഖം തുറന്നിരിക്കുന്നു.
ഇനി ഒന്നും നോക്കാനില്ല. ഇന്ത്യ അതിൻ്റെ സർവ്വശക്തിയോട് കൂടി ഇതിന് മറുപടി കൊടുക്കണം എന്നുള്ളതാണ്. അത് മറുപടി കൊടുക്കുമ്പോൾ ഈ വാർ ഫ്രണ്ടിൽ ഇന്ത്യൻ സൈന്യം നേടുന്ന നേട്ടങ്ങളെ ഡിപ്ലോമാറ്റിക് ടേബിളിൽ നിലനിർത്താനുള്ള ശക്തിയും ഔചിത്യവും കൂടി നമ്മളുടെ ഡിപ്ലോമാറ്റ്സും രാഷ്ട്രീയ നേതൃത്വവും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദീർഘകാലമായി ഇന്ത്യ ബ്ലീഡ് ചെയ്യുകയാണ്. അതിന് ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഈ അക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടെററിസത്തിൻ്റെ ലോഞ്ച് പാടുകളും ഇൻഡോക്ട്രിനേഷൻ സെൻറ്റേഴ്സും അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇൻഡോക്ട്രിനേഷൻ സെൻറ്റേഴ്സ് 25 മിനിറ്റ് 25 മിനിറ്റ് 24 മിസൈൽ സ്ട്രൈക്കുകൾ, 9 ഭീകര കേന്ദ്രങ്ങൾ ഇത് തകർത്തെറിഞ്ഞു. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിർത്തി കടന്ന് ഭീകരതയെ കയറ്റി അയക്കുന്ന കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കാൻ സാധിച്ചു എന്നത് മാത്രമല്ല, അതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഈ ഫിസിക്കൽ വാർഫെയറിന് പിന്നിൽ ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ ഉണ്ട്, ഒരു പ്രത്യയശാസ്ത്ര യുദ്ധമുണ്ട്. അതാണ് ഇൻഡോക്ട്രിനേഷൻ. ആളുകളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് കടത്തിവിടാൻ സാധിക്കില്ല. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും അജ്മൽ കസബിനുമൊക്കെ പരിശീലനം കൊടുക്കുകയും ബ്രെയിൻ വാഷ് ചെയ്യുകയും ചെയ്ത കേന്ദ്രമാണ് മർക്കസ് തൈബ. ഹാഫിസ് മുഹമ്മദ് സയ്യിദ് നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രദേശം. അത് നമ്മൾ പൂർണ്ണമായിട്ട് തകർത്തു. അതുപോലെ ഭഗവൻപൂരിലെ കേന്ദ്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവിടെയാണല്ലോ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ കേന്ദ്രം. ജെയ്ഷെ ഇ മുഹമ്മദിന്റെ മൗലാന അതാണ് ശ്രീ വിൻസെന്റ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കശ്മീരുമായി അതിർത്തി പങ്കിടുന്ന LOCയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള 21 ക്യാമ്പുകളിൽ, ഭീകര ക്യാമ്പുകളിൽ ഏറെയും. പക്ഷേ അതും കടന്ന് ഇപ്പുറത്ത് പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന ലാഹോറിനോട് ചേർന്നുള്ള മുർദിക്കെ, അതുപോലെ ഭവൽപൂർ, നേരത്തെ ശ്രീ ഉണ്ണിത്താനും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ ഭാഗത്തേക്കും, അതായത് പാക് മണ്ണിലേക്കും ഭീകരതയുടെ ആഴങ്ങളുള്ള അല്ലെങ്കിൽ വേരൂന്നി നിൽക്കുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരമായ നീക്കം അത് പാക് അധീന കാശ്മീരിനുമപ്പുറം പാകിസ്ഥാനിലേക്കും പഞ്ചാബ് പ്രവിശ്യയിലേക്കും ഈ പറഞ്ഞ ഭാഗത്തേക്കുമൊക്കെ നീണ്ടുകിടക്കും. നമ്മൾ ആ ഒരു ബോർഡർ ലൈൻ ആകെ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാകും. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് താങ്കൾ ഈ പറഞ്ഞ വിധത്തിൽ നോക്കിയാൽ. അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇന്ത്യ 1999 കാർഗിൽ യുദ്ധകാലത്ത് ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാതിരിക്കാൻ സവിശേഷമായി ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ടൈഗർ ഹില്ല് കീഴടക്കിയ സമയത്ത് ഏറ്റവും അധികം കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണം നമുക്ക് ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് യുദ്ധം ചെയ്യാനുള്ള രാഷ്ട്രീയമായ അനുമതി കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം അത് സാധിച്ചു. ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി GPS ഘടിപ്പിച്ച് ഒളിഞ്ഞിരുന്ന പട്ടാളക്കാരുടെ സ്ഥാനങ്ങൾ നിർണ്ണയിച്ച് കൃത്യമായി ആക്രമിച്ചുകൊണ്ട് ടൈഗർ ഹിൽസ് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതേസമയം 2016 സ്ഥിതി മാറി. ഉറി ആക്രമണത്തിന് ശേഷമാണ് നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് പാക് അധീന കാശ്മീരിലെ ടെററിസ്റ്റ് സെൻറ്റേഴ്സ് ആക്രമിച്ചത്. 2019 പക്ഷേ പാക് അധീന കാശ്മീരും കടന്ന് ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസിൽ പോയി ബലാക്കോട്ട് തകർത്തു. ഇപ്പോൾ പഞ്ചാബ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഹൃദയം പഞ്ചാബാണ്. ഈ പഞ്ചാബിലെ മിലിറ്ററി എലൈറ്റും ഇക്കണോമിക് എലൈറ്റുമാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത്. ആ പഞ്ചാബിൽ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അതും വളരെ കൃത്യമായ ആക്രമണം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാക് അധീന കാശ്മീരിലുള്ള LOCO അതിനപ്പുറത്ത് പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ ബോർഡർ ഒന്നും ഇന്ത്യക്ക് തടസ്സമല്ല. ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള സിവിലൈസ്ഡ് വാർ എന്ന സങ്കല്പത്തോട് ഒരു തരത്തിലും പോസിറ്റീവായി പ്രതികരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോളും ഇൻ്റർനാഷണൽ ബോർഡറും ഭേദിച്ച് ഇന്ത്യ പ്രതികരിക്കും എന്ന് കൃത്യമായൊരു സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം ഇതിനെതിരെയുള്ള പാകിസ്ഥാൻ്റെ മറുപടി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് പരിമിത യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ്. അതിശക്തമായി അതിന് മറുപടി കൊടുക്കാതെ ഇന്ത്യക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യവും കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പഹൽഗാം അക്രമത്തിൽ വന്നിട്ടുള്ള ഭീകരവാദികൾ വന്ന് അക്രമം നടത്തി പൊട്ടിത്തെറിച്ച് സ്വർഗത്തിൽ പോയി ഹൂറുകളെ കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ജിഹാദികളിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഒരു ഇൻഫിൽട്രേഷൻ എന്നതോടൊപ്പം എക്സ്ഫിൽട്രേഷൻ
ഇൻവേഷനുള്ള അജണ്ട കൂടി അവർക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് അക്രമം നടത്തി തിരിച്ചു പോവുക എന്ന അജണ്ട കൂടി ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അവർക്ക് മെയിൻ പവർ ഷോർട്ടേജ് ഉണ്ട്, അതല്ലെങ്കിൽ അവരുടെ ഭീകരതയുടെ സ്ട്രാറ്റജിയിൽ അവർ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ കേന്ദ്രങ്ങളെയും ആക്രമിച്ച് സുരക്ഷിതമായി തിരിച്ച് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകാം എന്നവർ ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള പ്ലാൻ അവർ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ്. അവിടെയാണ് ഏതറ്റം വരെ പോയും എവിടെ ഒളിച്ചിരുന്നാലും അവിടെ പോയി അറ്റാക്ക് ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ ഒരു പോളിസി പ്രസക്തമാകുന്നത് എന്നുകൂടി ഞാൻ കരുതുകയാണ്. ശരി, ഞാൻ കേണൽ സിബി ജോർജിലേക്കാണ്. കേണൽ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഷെല്ലാക്രമണം, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഷെല്ലാക്രമണം രൂക്ഷമായി നടക്കുന്നുണ്ട്. ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നു, അത് 15 ആയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരു തിരിച്ചടി നൽകിയതിന് ശേഷവും അത് പാക് അധിനിവേശ കാശ്മീർ കഴിഞ്ഞ് അപ്പുറത്തേക്കും പോയി പഞ്ചാബ് പ്രവിശ്യയിൽ വരെ അത് എത്തി നിൽക്കുകയാണ്. അങ്ങനെ ലോകത്തിന് മുമ്പിൽ എവിടെയൊക്കെയാണ് പാകിസ്ഥാൻ്റെ മണ്ണ് കേന്ദ്രീകരിച്ച് ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഭീകരവാദം, അതിൻ്റെ ക്യാമ്പുകൾ ഉള്ളത് എന്ന് ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനിലേക്ക് തന്നെ നമ്മളുടെ ഈ ആക്രമണം ചെന്നെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ അതിന് ഒരു തുടർച്ച, അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. തിരിച്ചടിക്കും എന്ന നിലയിൽ തന്നെ നിൽക്കുന്ന പാകിസ്ഥാനെയാണോ ഈ ഷെല്ലാക്രമണത്തിലൂടെ താങ്കൾ കാണുന്നത്? അങ്ങനെ വന്നാൽ ഇന്ത്യൻ ഈ സംയുക്ത നീക്കം, വിവിധ സൈനിക മേഖലകളുടെ സംയുക്ത നീക്കത്തിൻ്റെ ഒരു അടുത്ത ഘട്ടം അത് എങ്ങനെയാകും എന്നൊരു പ്രശ്നമുണ്ടോ? താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ഷെല്ലാക്രമണം ഇങ്ങനെ പാകിസ്ഥാൻ തുടർന്നാൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വളരെ ഡെലിക്കേറ്റ് ആൻഡ് ഫ്ലൂയിഡ് സിറ്റുവേഷനാണ്. ഇങ്ങനെ ആയിരിക്കും എപ്പോഴും ഒരു മിലിറ്ററി ഓപ്പറേഷനോ ഒരു ലിമിറ്റഡ് ഓപ്പറേഷനോ അത് യുദ്ധത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്താഗതികളും വിലയിരുത്തലുകളും നടക്കുന്ന ഒരു ടിപ്പിക്കൽ സിറ്റുവേഷനാണിത്. അപ്പം നമ്മളൊരല്പം കൂടെ വലുതായിട്ട് ചിന്തിച്ചാൽ 3 ഫോഴ്സസും ആംഡ് ഫോഴ്സസിൻ്റെ ആർമി, നേവി, എയർഫോഴ്സ് മൊബിലൈസ് ചെയ്തു. നമ്മൾ വാർത്തകളിൽ കാണുന്നു പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ലീവൊക്കെ വെട്ടിക്കുറച്ചിട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓർഡർ വന്നു. മിലിറ്ററി ഫോഴ്സസിൻ്റെയും ലീവ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഡ്യൂട്ടിയിൽ ചേരാനായിട്ടുള്ള ഓർഡർ വന്നു. ഡിപ്ലോമാറ്റിക് ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുകയാണ്. അത് എന്താണെന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ്റിനും അവരുടെ സ്പോക്സ് പേഴ്സണും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതായത് നമ്മൾക്ക് ഓർമ്മ കാണും, ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഒരു മൊബിലൈസേഷൻ നടത്തിയത്. യുദ്ധം വരെ, ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ വരെ എത്തി. അതുപോലെ ഒരു നീക്കമാണെന്ന് വേണം കരുതാൻ. കാരണം ഇതിന് അല്ലാതെ ഒരു അവസാനമില്ല. മിലിറ്ററി സ്ട്രാറ്റജി മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങളുടെ ഇമോഷൻസ് ഇപ്പോൾ ആ രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രമാത്രം നമുക്കിത് സഹിക്കാൻ പറ്റും? ഇറ്റ് ഈസ് ബിക്കമിങ് ആൻ അക്കിലീസ് ഹീൽസ് ഓർ എ തോൺ ഇൻ ദ ഫ്ലെഷ്. ഹൗ ലോങ് വി വിൽ ക്യാരി ഓൺ ലൈക്ക് ദിസ്, സഫറിങ് ദിസ്? അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു തുടക്കം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് രജിസ്ട്രേഷൻ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരിക്കാം. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയും ഇത് ഏത് രീതിയിൽ പ്രതികരിക്കും, പാകിസ്ഥാനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെയൊക്കെ പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഭാവി ദിനങ്ങളിലെ നടപടിക്രമങ്ങൾ. പിന്നെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഏത് രീതിയിലാണ് ഇതിന് അവസാനമുണ്ടാകുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റിയെന്നിരിക്കുകയില്ല. അത് ആർക്കും തന്നെ പറയാൻ പറ്റിയെന്നിരിക്കുകയില്ല. കാരണം നമ്മുടെ ശത്രു പാകിസ്ഥാൻ എങ്ങനെ ഇതിനെ റിയാക്ട് ചെയ്യുന്നു, എത്രമാത്രം അവരെ നമ്മളൊരു കാര്യം ആലോചിക്കണം, അല്ലെങ്കിൽ അറിയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മുടെ രാജ്യം, it is the fourth largest economy in the world, and our interests are totally different. We have our economic issues, we want to grow, we want to be a part of the growing world, whereas അതേസമയം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ they're literally അവരുടെ സർവൈവൽ ഒരു പക്ഷേ ഈ ഒരു കാശ്മീർ ഇഷ്യൂ കൊണ്ടായിരിക്കാം. അവരുടെ
ഇന്ത്യയുടെ സർവൈവൽ ഒരുപക്ഷെ ഈ കാശ്മീർ ഇഷ്യൂവിൽ ഡിപ്പെൻഡ് ചെയ്താണ്. ഓക്കെ അപ്പോൾ അവർ ഇത് ഒരിക്കലും വിട്ടുകളയില്ല. ഓക്കെ അപ്പോൾ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യുക, അത് നിലനിർത്തി പോവുക അല്ലേ? എന്നതിനെ പറ്റിയുള്ള കേണൽ സിബി തീരുമാനങ്ങൾ അതായത് ഇത് നിലനിർത്തി പോവുക എന്ന് പറയുന്ന പാക് ആർമിയുടെ ഒരു സ്ട്രാറ്റജി, ഒരു താല്പര്യം, ആ രീതിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി തുടർന്നും വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, റൈറ്റ്. ഓക്കെ, ഞാൻ അതേ ഉള്ളൂ അവരുടെ ഒരു സർവൈവൽ സ്ട്രാറ്റജി എന്ന് പറയാൻ. യെസ്. അപ്പോൾ കേണൽ ഉണ്ണിത്താൻ ഈ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ യെസ് ഒന്ന് പറഞ്ഞത് പൂർത്തിയായിക്കോളൂ കേണൽ സിബി, പറഞ്ഞത് പൂർത്തിയാക്കൂ. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് വലുതായിട്ട് ചിന്തിച്ചാൽ ഒരു 3 ഓപ്ഷൻ നമ്മളുടെ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലീഡേഴ്സിൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് കരുതാം നമുക്ക്. എന്താണ്? അതായത് ഒന്ന്, യു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് ക്വോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി ജീവൻ നഷ്ടപ്പെടുത്തി കഷ്ടപ്പാടിലൂടെ കടന്നു പോവുക. 2, യു ഗോ ഔട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ് ഇൻ എ സൂട്ടബിൾ മാനർ. ഓക്കെ. 3-മതൊരു ഓപ്ഷൻ ഈയിടെ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ച ചില എഡിറ്റോറിയലിലൊക്കെ ദാറ്റ് ഇപ്പോഴത്തെ ലൈൻ ഓഫ് കൺട്രോൾ സ്വീകരിച്ചുകൊണ്ട് അതിന് ഒരു അവസാനമുണ്ടാക്കാൻ യുണൈറ്റഡ് നേഷൻസും മറ്റ് ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ സഹായത്തോടെ ഒരു അവസാനമുണ്ടാക്കാൻ ശ്രമിക്കുക. ഈ 3 ഓപ്ഷനെ നമ്മുടെ മുമ്പിൽ. കേണൽ, അതാണ് നേരത്തെ വിൻസെൻ്റ് പറഞ്ഞതുപോലെ, പി ജെ വിൻസെൻ്റ് പറഞ്ഞതുപോലെ, ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് നമ്മൾക്ക് വളരെ കോൺഫിഡൻ്റായി എത്താൻ കഴിയുമോ എന്നുള്ളതാണ്. വാർഫീൽഡിൽ നമ്മളുടെ ഒരു മികവോടെ തന്നെ രാജ്യത്തിന് വേണ്ടി ഇത്തരം ശക്തമായ നീക്കങ്ങൾ നടത്തുമ്പോൾ ഡിപ്ലോമാറ്റിക് ടേബിളിൽ അത് കിട്ടുന്നില്ല, അത് സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന പ്രശ്നം കുറേ കൂടി പ്രസക്തമാകുന്നത് താങ്കൾ ഈ പറഞ്ഞ പോയിന്റിലും വളരെ പ്രസക്തമാകുന്നുണ്ട്. കേണൽ ഉണ്ണിത്താൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സംസാരിച്ചത് തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വത്തോടെ പാകിസ്ഥാൻ പഹൽഗാമിൽ കാട്ടിക്കൂട്ടിയ ക്രൂരതയ്ക്കുള്ള കൃത്യമായ തിരിച്ചടിയും മറുപടിയുമായിരുന്നു. അതിനപ്പുറത്തേക്ക് പാക് മിലിറ്ററിയെയോ സിവിലിയൻസിനെയോ ബാധിക്കാത്ത വിധത്തിലാണത് ആക്ഷൻ പ്ലാൻ ചെയ്തത് എന്ന് ഇന്ത്യ ഈ ആക്ഷന് ശേഷം വളരെ ശക്തമായി തന്നെ ലോകത്തോട് പറയുന്നു. ഇത് അതിനുശേഷം സംഭവിച്ചത് പാകിസ്ഥാൻ നിരന്തരം നടത്തുന്ന ഷെല്ലാക്രമണമാണ്. അതിൽ ഇന്ത്യക്കാരുടെ മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നു. അത് വളരെ ഒരു അലാമിങ് സിറ്റുവേഷനാണ്. അവിടെ ഇനി വരുന്ന മണിക്കൂറുകൾ, ഇന്ന് രാത്രിയാകാം, നാളെയാകാം, എങ്ങനെ ഈ വരുന്ന മണിക്കൂറുകളും ദിവസങ്ങളും ആ ടെൻസ്ഡ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഏതൊക്കെ തരത്തിൽ ഒരു മുന്നോട്ട് പോകാം, എന്തൊക്കെയാണ് അതിൽ സാധ്യമായിട്ടുള്ളത് എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പാകിസ്ഥാൻ ഇന്ന് പാകിസ്ഥാന്റെ യുദ്ധസന്നാഹങ്ങൾ, ആർമി, നേവി, എയർഫോഴ്സ് ഇന്ത്യയുമായിട്ടുള്ളത് കമ്പയർ ചെയ്താൽ ഇവരൊന്നുമല്ല. ഒന്ന്, ഫയർ പവർ ഇൻഡെക്സിലെ ഇന്റർനാഷണൽ റാങ്കിങ്ങിൽ ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ 4th ആണ്, 4ാമത്. വെറാസ് പാകിസ്ഥാൻ 12ാമതാണെന്ന് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്, ഒരു സസ്റ്റെയിൻഡ് വാർ, ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് യുദ്ധം നീണ്ടുപോകണം. ഒരുപക്ഷെ റഷ്യ ഉക്രൈനിൽ ചെയ്ത പോലെ വർഷങ്ങളോളം, അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസിൽ ചെയ്തതുപോലെ കാര്യങ്ങൾ പോകുന്നതിന് ഒരിക്കലും പാകിസ്ഥാൻ അതിനുള്ള യാതൊരു വേർവിത്തോളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹലോ കേൾക്കാമോ? കേൾക്കുകയാണ്, പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും പാകിസ്ഥാൻ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും സൗദി അറേബ്യ, ഖത്തർ, ഫണ്ടിങ്, തുർക്കി ഈ രാജ്യങ്ങളിലൊക്കെ പോയി പിച്ചച്ചട്ടിയുമായി പോയി ഇറക്കുകയാണ്. എന്തുകൊണ്ട്? പിന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒരു സസ്റ്റൈൻ വാറിനുള്ള യാതൊരു കാര്യങ്ങളുമില്ല. 90 F-16 എയർക്രാഫ്റ്റ് ഏതാണ്ട് 10-25 വർഷം കൂടുതൽ പഴക്കമുള്ളത് അവിടെ കിടപ്പുണ്ട്. അതിൽ പകുതിയിൽ കൂടുതൽ ഓഫ് റോഡായി കിടക്കുക. ബാക്കിയുള്ളതിന് $40 ബില്യൺ അമേരിക്കക്കാർ സഹായം കൊടുത്തു അത് റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും. JF-17 എന്ന് പറയുന്ന ചൈനയിൽ ഉണ്ടാക്കിയ കളിപ്പാട്ടമാണ് അവരുടെ വേറെ ഒരു
പിന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറയാം. അതിലും മിക്കവാറും ഭൂരിപക്ഷവും ഓഫ് റോഡാണ്. പിന്നെ ഇന്ത്യക്ക് അക്രോസ് ഇവിടെ ഒരു സസ്റ്റൈൻഡ് ഷെല്ലിങ് ഇതിപ്പോൾ നടക്കുന്ന പറഞ്ഞ് സ്മോൾ ആംസ് ഫയറിംഗ് ചെയ്താൽ ഇന്ത്യ അതുപോലെ തന്നെ അതിനനുസരണമായിട്ട് പ്രതികരിക്കാൻ ആർമി ചീഫിനും നേവി എയർഫോഴ്സ് ചീഫിനും എല്ലാവർക്കും പിന്നെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സിമിലർ പാറ്റേൺ അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. മോട്ടോർ ഷെല്ലിംഗ് നടത്തിയാൽ യെസ്, അതെ, മോട്ടോർ ഷെല്ലിംഗ് നടത്തിയാൽ തിരിച്ച് നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ കാലിബർ കൂടിയ മോട്ടോഴ്സ് ഉപയോഗിച്ച് തിരിച്ച് അടിക്കും. പിന്നെ ആർട്ടിലറി ഷോർട്ട് റേഞ്ച് ആർട്ടിലറി ആണോ ലോങ് റേഞ്ച് ആർട്ടിലറി ആണോ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് തിരിച്ചു കൊടുക്കും. പിന്നെ പാകിസ്ഥാൻ സൈഡിൽ എത്ര പേര് ചത്തു എന്നുള്ളത് നമുക്കറിയാമോ? എത്ര പേര് മുറിവേരും നമുക്കറിയാമോ? അത് പാകിസ്ഥാൻ വെളിയെ വിടുകയില്ല. ബാലാക്കോട്ടിൽ നടന്നതിന് ശേഷം ഒന്നും സംഭവിച്ചിരുന്നില്ല. ആദ്യം പറഞ്ഞത് മരങ്ങൾ വീണു എന്നാ പറഞ്ഞത് അല്ലേ? പക്ഷെ എത്ര പേര് 200 കൂടുതൽ ആൾക്കാർ ചത്തു എന്നുള്ളതിന് ഇവരെ പിന്നല്ലയോ സമ്മതിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. യെസ്. പിന്നെ നമ്മുടെ ഈ ജനങ്ങളെ പിന്നെ ലൈൻ ഓഫ് കൺട്രോളിന് അടുത്താണെങ്കിൽ താമസിക്കുന്ന വില്ലേജസിലുള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ട്. പക്ഷെ പലരും അവരാണെങ്കിൽ അത് അല്ല മാറ്റുന്നുണ്ട്, പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ ബങ്കറിൽ പോകുക എന്ന് പറയുന്ന പലപ്പോഴും ചെയ്യാറില്ല. അപ്പൊ ഒരു ഷെല്ല് അക്രോസ് ദി ബോർഡർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് പൊട്ടിത്തെറിച്ച സ്പ്ലിൻഡേഴ്സ് ഈ ആൾക്കാർ കൊള്ളും. അങ്ങനെയൊക്കെ പല ആൾക്കാരും മരിക്കുന്നു. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ സൈനിക ശേഷിയുടെ കാര്യത്തിൽ കേണൽ താങ്കൾ പറഞ്ഞതുപോലെ സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഒരു കമ്പാരിസണും ഒരു താരതമ്യവും ഇല്ലാത്ത വിധം വളരെ പിന്നിലാണെന്ന് പറയുമ്പോഴും ഇന്ത്യ വിരുദ്ധ മനോഭാവം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എത്രയെല്ലാം എലമെൻറ്റ്സ് ആ പാക് ആർമിയുമായി സൈന്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു വെളിവുമില്ലാത്ത നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം, ഒരു തെമ്മാടി രാഷ്ട്രം എന്ന നിലയിൽ തന്നെ പാകിസ്ഥാനെ അതിശക്തമായി രാജ്യം അത്രമേൽ ശക്തമായ എതിർപ്പോടെ വിമർശനത്തോടെ കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് പ്രധാനമല്ലേ? കാരണം ശേഷിക്കപ്പുറം വളരെ വൈകാരികമായി ഒരു പ്രതികാര ബുദ്ധിയോടെ അല്ലെങ്കിൽ വൈര്യനിരാധന ബുദ്ധിയോടെ ഇന്ത്യക്കെതിരെ പെരുമാറുന്ന ഒരു ടീം, ഒരു ലീഡർഷിപ്പ് ആണെങ്കിൽ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ലല്ലോ അവരുടെ ചിന്ത. അതെ, കയ്യിൽ എന്തുണ്ടായാലും ന്യൂക്ലിയർ ത്രെട്ട് വരെ തന്നില്ലയോ? ഇത് ആദ്യമായിട്ടല്ലോ അതേ വാചകം തന്നെ ഇറ്റ് ഹാസ് നോ ഇഫക്ട്. റീസൺ ബീങ് ഇന്റർനാഷണൽ പിന്നെ ഫോറത്തില് 23 രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ, ബ്രിട്ടൻ ഉൾപ്പെടെ, ഇറ്റലി ഉൾപ്പെടെ അവർ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് തന്നിരിക്കുന്നുണ്ട്. വേറെ എത്ര പേർക്ക് പാകിസ്ഥാന്റെ പിന്നെ സമർത്ഥനമായിട്ട് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഇറാൻ ആണെന്നുണ്ടെങ്കിൽ മീഡിയേഷൻ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടില്ല. പിന്നെ തുർക്കി എന്ന് പറയുന്ന രാജ്യം, പിന്നെ ചൈന, ഇതെല്ലാം വേറെ ആരുണ്ട്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സോ സൗദി അറേബ്യയോ മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ഇവർക്കെതിരാണ്. കാരണം ഇതൊരു എക്സ്ട്രീമിസ്റ്റ് ബ്രീഡിംഗ് പിന്നെ രാജ്യമായതുകൊണ്ട്. അതുകൊണ്ട് ഇവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഇന്ത്യ ഈസ് ടുഡേ നമ്പർ 1. കഴിഞ്ഞ 10 വർഷമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് ഇവർക്കും അറിയാവുന്നതാണ്. അതുപോലെ എല്ലാ കുറെ കൂടി ഒരു ജനാധിപത്യ സർക്കാർ എന്നൊന്നും പറയാനില്ല. അവിടെ ഏറെക്കുറെ ആ നിലയിലുണ്ടായിരുന്ന ഇമ്രാൻഖാനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതറിയാം. ഒരു താലിബാൻ മോഡൽ പാക് ഭരണകൂടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റേച്ചറോ ഒന്നും അതിലൊന്നും ഒരു പ്രസക്തിയും കാണാത്ത മനുഷ്യരാണ് ഒരു നാട് ഭരിക്കുന്നതെങ്കിലോ. അങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ മറ്റൊരു എക്സ്റ്റൻഷൻ, മറ്റൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ന്യൂക്ലിയർ വെപ്പൺ ഭീഷണി പലപ്പോഴും ഈ റീസെൻറ്റ് സിറ്റുവേഷനിൽ പോലും അവരത് പലപ്പോഴും എടുത്തു പ്രയോഗിക്കുന്നത് കണ്ടു, ഭീഷണിയുടെ സ്വരത്തിൽ എടുത്തു പ്രയോഗിക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ ഒരു നിലവാരവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന റോഗായിട്ടുള്ള ആൾക്കാര് നമുക്ക് പറയില്ലോ, ഇവന്മാരുടെ കയ്യില് പിന്നെ ഒരു പക്ഷേ ഇങ്ങനൊരു അണുവായുധം ഉണ്ടെന്നാണ്, അതുകൊണ്ടിട്ട് ഓലപ്പാമ്പിട്ട് കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്, ഇതൊന്നും നടക്കത്തില്ല. അത് പൊട്ടുമെന്ന് തന്നെ അറിയില്ല. ഇന്ത്യക്കാണ് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, 5200 കിലോമീറ്റർ വരെ പോകുന്നുള്ള കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരെണ്ണ ഒരു പക്ഷേ ട്രൈ ചെയ്താലുണ്ടല്ലോ, അന്നേരം ഈ പിന്നെ റോഗ് നേഷന്റെ ഈ എക്സ്ട്രീമിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടിന്റെ ഒരു പക്ഷേ പിന്നെ ഉന്മൂലനാശത്തിനുള്ള ഒരു തുടക്കമായിരിക്കും എന്ന് ഇവർക്കറിയാം. അമേരിക്കൻ പിന്നെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് തന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസം മുമ്പ് UN അസംബ്ലിയിൽ തന്നെ ഇവർ കൊണ്ടുവന്ന പ്രമേയത്തിന് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഉഭയകക്ഷി പിന്നെ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കണം, കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് വ്യക്തമായിട്ട് യുണൈറ്റഡ് നേഷൻസ് വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ മുമ്പോട്ട് പോകുന്ന പറയുന്നത് ഒരു ഫുൾ ഫ്ലഷ് വാർ നടക്കുകയില്ല. പിന്നെ പാകിസ്ഥാന്റെ മേൽ ഒരുപാട് വളരെ ശക്തമായ ഇന്റർനാഷണൽ പ്രഷറുണ്ട്,
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേപ്പബിലിറ്റി മാച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല, ഒരു സസ്റ്റൈൻ വാർ നടക്കില്ല. പിന്നെ കുറേയൊക്കെ അവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഇന്ത്യൻ ഒരു ലേറ്റസ്റ്റ് ഫേക്ക് ന്യൂസസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്താ, ഉണ്ടായിരുന്നു. 5 ഇന്ത്യൻ 3 റാഫേലും 2 S-30യും ഇവർ വെടിവെച്ചുകൊണ്ട് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തു. അതെ. ഈ സംഭവം നടന്നിട്ടുണ്ടോ? വേറാസ് F-16 എയർക്രാഫ്റ്റ് പിന്നെ അതായത് പാമ്പൂർ എന്ന് പറയുന്നത് പിന്നെ ശ്രീനഗറിന് അടുത്തായിട്ടുള്ള അവിടെ വീണതിന്റെ ഒരു വീഡിയോ കണ്ടു. അത് ഞാനൊരു ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറക്റ്റ് ഓർ നോട്ട്. പക്ഷേ അവിടെ പിന്നെ ജാൻകയിലെ ആൾക്കാരത് തീയണയ്ക്കുന്നു മറ്റു കാര്യങ്ങൾ ഒരു വീഡിയോ ആണ്. സോ അപ്പോഴേ ഇവർ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാര്യങ്ങളൊന്നുമില്ല. വി ഷുഡ് നോട്ട് ഗെറ്റ് വറീഡ് അബൌട്ട് ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു എ ഫുൾ ഫെസ്റ്റ് വാർ. പക്ഷേ ഈ ഇവരത്തെ ഇന്നലെ അവസ്ഥ സംഭവം ഇന്നാണെങ്കിൽ 5.5% പാകിസ്ഥാനിലെ പിന്നെ സെൻസെക്സ് ഇടിഞ്ഞു താഴോട്ട് വന്നത്. വേറാസ് ഇന്ത്യയിൽ ഇന്നാണെങ്കിൽ സെൻസെക്സ് മേളിലോട്ട് പോയതേ ഉള്ളൂ. ദാറ്റ് മീൻസ് അബൌട്ട് എത്രയാ 80,744 പോയിന്റിലേക്കാണ് സെൻസെക്സ് പോയത്. 200 ചില്ലുവാനും പോയിന്റ് കൂടി. കഴിഞ്ഞ ഏപ്രിൽ 22 ശേഷം 10,000 പോയിന്റോളമാണ് പിന്നെ പാകിസ്ഥാന്റെ സെൻസെക്സ്. അപ്പോൾ പിന്നെ ഇന്റർനാഷണൽ പിന്നെ മോണിറ്ററി ഫണ്ടിൽ എവിടെയും പോയി കാശ് വാങ്ങിച്ച് ജീവിക്കാൻ 1 കിലോ പിന്നെ അരിയുടെ വില എവിടെയാണ്? 340 രൂപ. 340 രൂപ. സസ്റ്റൈൻസ് ഇല്ല, പിന്നെ ആട്ട കിട്ടാനില്ല, റൈസ് ഇല്ല, മറ്റ് എസെൻഷ്യൽ സാധനങ്ങളില്ല. എവിടെ യുദ്ധം ചെയ്യാനാണ്? പിന്നെ ഇത്രയേ ഉള്ളൂ. ഒരു പക്ഷേ അവന്മാർക്ക് ചെയ്യും അവസാനത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താ പൂഴിക്കടകനടി എന്നിട്ട് പക്ഷേ ഒരു അണുവായുധവും പൊട്ടിച്ചു നോക്കാം, ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അതിനുവേണ്ടി ഒരു പക്ഷേ ഒരു ശ്രമം നടത്തിയാൽ ഇത് 4 കഷ്ണങ്ങളാവും. ഏതേ പാകിസ്ഥാൻ വളരെ വർഷങ്ങളായിട്ട് ബലൂചികളെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരവർ ട്രെയിൻ ഉൾപ്പെടെ അവരെ ഹൈജാക്ക് ചെയ്തൊക്കെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ അത് ചിലപ്പോൾ ഇതിന്റെ ഒരു ഭാഗം ബംഗ്ലാദേശിൽ 71 നടന്നത് ഒരു പക്ഷേ 2025 ഇത് നമ്മൾ ഒരു പക്ഷേ ചെയ്ത് കാണിക്കും. എങ്ങനെ? പഞ്ചാബ് പ്രത്യേകമാവും, ഇത് വേറെ നാവും. പിന്നാണെങ്കിൽ നമ്മുടെ പിന്നെ പാകിസ്ഥാൻ കേണൽ ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യമാണ്, വകതിരിവോടെ കിട്ടിയ ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു പോയാൽ അവർക്ക് നല്ലത് എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങളടക്കം അതിശക്തമായി തന്നെ പാകിസ്ഥാൻ്റെ ഈ പോക്കിൽ വളരെ ശക്തമായ വിയോജിപ്പ് ഉണ്ട് എന്നുള്ളതും ഒക്കെ പ്രധാനമാണ്. നേരത്തെ പി ജെ വിൻസെൻ്റ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി, ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ സൈനിക വിഭാഗങ്ങൾ ഏറ്റവും ശക്തമായ നിലയിൽ രാജ്യത്തെ സംരക്ഷിക്കുന്ന അഭിമാനകരമായ ഈ തിരിച്ചടിയെ തന്നെ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാവരും ഈ സൈനിക നീക്കത്തിൽ ഈ സംയുക്ത സൈനിക നീക്കത്തെയൊക്കെ എല്ലാവരും അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചു, ജയ്ഷെ തലവൻ മസൂദ് അസർ തന്നെ പറഞ്ഞു, എൻ്റെ 10 കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് PTI റിപ്പോർട്ട് ചെയ്തൊക്കെ വന്നു, സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയുണ്ട്. എന്നാൽ രസകരമായ കാര്യം, ഈ ജയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മസൂദ് അസർ അവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്, ആരോപണമുണ്ട്. അതിനെ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ വരെ എത്തിച്ചിട്ടും ഇസ്ലാമാബാദ് അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വളരെ ക്ലാരിറ്റിയോടുകൂടി വെളിപ്പെടുന്നു എന്നൊരു സാഹചര്യമുണ്ട്. മുമ്പ് പറഞ്ഞാലേ ഡിപ്ലോമാറ്റിക് ടേബിളിൽ ഇന്ത്യക്ക് ഇതൊരു അവസരമല്ലേ? ഉണ്ണിത്താൻ. തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് പിന്നെ ഈ മൗലാന മസൂദ് അസർ അണ്ടർഗ്രൗണ്ട് ലവാരെ ഈ പിന്നെ ഒസാമ ബിൻ ലാദനെ ഫണ്ട് ചെയ്ത് പിടിച്ച് കൊന്ന് ശവം കൊണ്ടുവന്ന് പിന്നെ കടലിൽ താഴ്ത്തതല്ലോ അമേരിക്കക്കാരെ. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അണ്ടർഗ്രൗണ്ടില് നല്ല വലിയ സെക്യൂരിറ്റി, ഹൈ സെക്യൂരിറ്റി ഏരിയ മസ്ജിദിന്റെ തൊട്ടടുത്തായിട്ട് കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് ലാഹോറില്. പക്ഷേ ഇത് 10 പേരെന്ന് അവർ കൺഫേം ചെയ്തു. പക്ഷേ പാകിസ്ഥാനിലെ ഒരു പിന്നെ ന്യൂസ് ഞങ്ങളുടെ 14 പേര് അതിനകത്തുണ്ട്. അതിൽ ഇന്ത്യയുടെ പറഞ്ഞു എന്താണ് 10+4, അതായത് 10 റിലേറ്റീവ്സും 14 അവിടുത്തെ സഹായികളുമാണ്. അങ്ങനെ 14 തന്നെയാണ് ആ വീട്ടിൽ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ. അതെ, മസൂദ് അസറിന്റെ കേന്ദ്രത്തിൽ 14 പേരാണ്. കറക്റ്റ്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹ് എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ അവരെ കൊണ്ടുപോകത്തോളൂ അവിടെ. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഇന്ന് വെള്ളം കിട്ടാതെ ഉണ്ടല്ലോ, സിയാൽ പിന്നെ അണക്കെട്ടിലും പിന്നെ കിഷൻ ഗംഗ അണക്കെട്ട് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടല്ലോ, ഈ വെള്ളം നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴേ. ഞാനതിന്റെ വീഡിയോ കണ്ടു. ഇത് നാളെ ഇത് വെള്ളമില്ല വന്നുണ്ടല്ലോ, ഇവരെന്ത് ചെയ്യുമെന്ന് പറയാം. സത്യത്തിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരിക്കലും ഇല്ല ഇന്ത്യ ഭരണാധികാരി ഏതെ പിന്നെ കാർഗിൽ വാറിൽ പോലും ചെയ്യാത്ത കാര്യമാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഉറിയിൽ നടന്ന സംഭവങ്ങളോ പിന്നെ നമ്മുടെ പിന്നെ മറ്റുള്ള ഈ അറ്റാക്കുകളിലൊന്നും, അല്ലെങ്കിൽ അമൃത്സർ എയർക്രാഫ്റ്റ് ആണെങ്കിലോ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതെന്തുകൊണ്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു? ഇതുകൊണ്ടൊരു പാഠം പഠിപ്പിക്കുക. അതിനാണ് ആദ്യം എടുത്ത ഡിപ്ലോമാറ്റിക് മൂവിൽ കൂടി നമ്മൾ ഇവരുടെ കഴുത്തും ഞെരിക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. വെള്ളം കിട്ടാതെ ഉള്ള ഈ സംഭവം അതാണ്. ഇവരെന്തോ അണക്കെട്ട് വരുന്നത്, അണക്കെട്ട് പിന്നെ പൊട്ടിക്കാൻ വരുമോ ഇവരെ?
നടക്കില്ല. ഓക്കെ അതിന് ഇന്ത്യയുള്ള എയർക്രാഫ്റ്റും ഇന്ത്യയുടെ മിസൈൽസും ഒക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്? റൈറ്റ്. ഇതെല്ലാം ഈ ഓക്കെ അമൃത്സർ കേണൽ ഉണ്ണിത്താൻ ഞാൻ പിന്നെ താങ്കളിലേക്ക് മടങ്ങി വരാം. അതായത് നയതന്ത്ര തലത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയിലൂടെ രാജ്യം കൊടുത്തിട്ടുള്ള മെസ്സേജിനെ നയതന്ത്ര തലത്തിലേക്ക് ശക്തമായി കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിന് കഴിയേണ്ടതുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമായി മാറേണ്ടത്, നേരത്തെ ശ്രീ വിൻസെൻ്റ് പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോഴത്തെ ഈ ആക്ഷൻ, നമുക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ ഈ മതഭീകരരാവട്ടെ, അതുപോലെ തന്നെ ഈ ഭീകരവാദികളാവട്ടെ, വർഗീയവാദികളാവട്ടെ, ഇവരെല്ലാം മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒറ്റ അജണ്ടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അത് ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിൽക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോൾ പാകിസ്ഥാൻ മണ്ണിലെ ഈ ഭീകര ക്യാമ്പുകൾ, അവയെ നിർവീര്യമാക്കാൻ, അവയെ ലോകത്തിന് മുമ്പിൽ ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ, അവയുടെ ഈ അതിർത്തി കടന്നുള്ള ഇന്ത്യയിലേക്ക് എത്തുന്ന ഈ ഭീകര പ്രവർത്തനത്തെ തടയിടാൻ കഴിയുന്ന, അവസാനിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ, നിർവീര്യമാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ശക്തമായ പ്രവർത്തനം തന്നെയായി തന്നെ വിലയിരുത്തി നമ്മൾക്ക് അടുത്ത നടപടികളിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണോ ശ്രീ വിൻസെൻ്റ് കരുതുന്നത്? കാരണം ഇന്ന് വിദേശ പ്രതിരോധ മന്ത്രാലയം അങ്ങനെ തന്നെയാണ് ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതാണ്, അതായത് മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഭീകരരും വർഗീയവാദികളും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ ഇതിനൊക്കെ എന്ത് പരിഹാരം എന്നുള്ള വലിയ ആശങ്ക നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും ടെററിസ്റ്റുകൾ കയ്യിൽ തോക്കേന്തിയ യുദ്ധം ചെയ്യുന്ന ഗറില്ലകൾ മാത്രമല്ല, അവർ ഐഡിയോളജിക്കൽ ക്രിമിനൽസ് കൂടിയാണ്, പ്രത്യയശാസ്ത്ര കുറ്റവാളികൾ കൂടിയാണ്. ആ പ്രത്യയശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണല്ലോ ഇൻഡോക്ട്രിനേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. നാരകീയമായ പ്രത്യയശാസ്ത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ 14 പാക് സൈനിക മേധാവി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഏപ്രിൽ 22 ആക്രമണത്തിന് പോലും കാരണമായത്. അതിൽ അദ്ദേഹം പറയുന്നത് 1940-കളിൽ ഇന്ത്യ പാക് വിഭജനത്തിലേക്ക് നയിച്ച വാദമാണ്, ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു നാഷണാലിറ്റീസ്, ദേ കനോട്ട് ലിവ് ടുഗദർ എന്നുള്ള ആശയമായിരുന്നല്ലോ അന്ന് ഉയർത്തിയത്. അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇന്ത്യ അന്ന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ഇന്ത്യയില്ല, ഇന്നത്തെ പാകിസ്ഥാനുമില്ല. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിമുകൾക്കും 2 ദേശീയതയാണ് എന്ന വാദം ഉന്നയിച്ചു. അത് 1925 ഏപ്രിൽ 14 അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ യുദ്ധം ഇന്ത്യക്കെതിരെ പോലുമല്ല, സ്പെസിഫിക് ആയിട്ട് മതപരമാണ്, ഇത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന ഒരു മെസ്സേജ് കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് മീഡിയ മുഴുവനും അന്ന് പറഞ്ഞത് ഇദ്ദേഹം ജിഹാദി ജനറൽ ആണ് എന്ന് പറഞ്ഞത്. ഈ ജിഹാദിസത്തിൻ്റെ പ്രത്യയശാസ്ത്രം അത് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം 1948 യഥാർത്ഥത്തിൽ ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത് മുസ്ലിമുകൾക്കും ഹിന്ദുക്കൾക്കും ഇടയിലുള്ള വിഭജനമല്ല. ഇന്ത്യ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പാകിസ്ഥാനികളായിട്ടുള്ള, അന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മതതീവ്രവാദികളും ഒരു ഭാഗത്തും, മറുഭാഗത്ത് സകല മനുഷ്യരുമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ജൈനനുണ്ട്, ബൗദ്ധനുണ്ട്, നാഷണലിസ്റ്റ് മുസ്ലിംസ് ഉണ്ട്. പാകിസ്ഥാനുള്ളതിനേക്കാൾ അധികം നാഷണലിസ്റ്റ് മുസ്ലിമുകൾ, ഈ വിഭജനം വേണ്ട എന്ന് പറയുന്ന മനുഷ്യർ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 48 തുടങ്ങിയിട്ടുള്ള ഈ പ്രത്യയശാസ്ത്ര യുദ്ധത്തെയാണ് ഈ ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ഒരു ഫ്രണ്ട്സീഡ് ഐഡിയോളജി ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടുകൾ പാകിസ്ഥാനിൽ തകർക്കപ്പെടണം. പക്ഷേ ഏത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിനും ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ അത് തകർന്നു പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇന്ത്യയിൽ സമീപകാലത്ത് ഈ ഖാലിസ്ഥാൻ ഭീകരവാദം ശക്തിപ്പെട്ടു. കാരണം എന്താ? കാനഡയുടെ പിന്തുണയായിരുന്നു. കാനഡയിലുള്ള ഖലിസ്ഥാൻവാദികൾ അവിടെ സർക്കാരിൻ്റെ ഭാഗമായി മാറുകയും അവിടുന്ന് പിന്തുണ കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയില്ല എങ്കിൽ ഈ ജിഹാദിസത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എപ്പോഴൊക്കെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാണ്ടായോ ആ നിമിഷം ഈ ജിഹാദികളുടെ ഗവൺമെൻറ്റുകൾ തകർന്നിട്ടുണ്ട്. LTTE എങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ ഒന്നും പിന്തുണയില്ലാതെ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പിന്തുണയില്ല, അതോടുകൂടി എലിക്കുഞ്ഞിനെ പോലെ പ്രഭാകരനെ പിടിച്ചെടുത്തു, അവിടെ തീവ്രവാദം അവസാനിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ഫോർമേഷനും പ്രത്യേകിച്ച് അവിടുത്തെ ISIയും മിലിറ്ററിയും
നൽകുന്ന സഹായം കൊണ്ട് മാത്രമാണ് ഈ ജിഹാദി പ്രത്യയശാസ്ത്രവും അതിനെ ബ്രീഡ് ചെയ്യുന്ന അവിടുത്തെ മദ്രസകളും പിന്നെ ഇങ്ങനെ മനപരിവർത്തനം വന്ന മനുഷ്യരെ, കുട്ടികളെ, ചെറുപ്പക്കാരെ പിന്നീട് ട്രെയിൻ ചെയ്തെടുക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ അവർക്ക് പണം കൊടുക്കുന്നു. ഇതിലെല്ലാം ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ള പുസ്തകത്തിൽ രാമചന്ദ്ര ഗുഹ ഒരു കണ്ടംപററി ഒബ്സർവറെ കോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. 1948 ഗോത്ര പോരാളികൾ എന്ന പേരിൽ പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടെ കടന്നു വന്ന ആളുകൾ കാശ്മീരിൽ ചെയ്ത ക്രൂരകൃത്യങ്ങൾ. അതിലൊരു കണ്ടംപററി ഒബ്സർവർ പറയുന്നത് ബരാമുള്ളയിലേക്ക് കടന്നു വന്ന ഗോത്രവർഗ്ഗക്കാർ അവിടെയുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചു. അതായത് മുസ്ലിം പെൺകുട്ടികളാണെന്ന് കാണണം, പെൺകുട്ടികളെന്ന സ്ത്രീകളെന്നല്ല, പെൺകുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ബരാമുള്ള താഴ്വരയിലെല്ലാം ഈ പെൺകുട്ടികളുടെ ധീനരോദനം അലയടിച്ചു എന്നൊരു കണ്ടംപററി ഒബ്സർവർ രേഖപ്പെടുത്തിയതായി രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിന് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഗോത്രവർഗ പോരാളികളെ പോലും ഇന്ത്യയിലേക്ക് കടത്തിവിട്ടത് സുന്ദരികളായ കാശ്മീർ സ്ത്രീകൾ നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടും എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത്രയും നാരകീയമായ മനുഷ്യത്വ വിരുദ്ധമായ ഐഡിയോളജി പ്രയോഗിച്ചുകൊണ്ടാണ് ഈ അതിർത്തിയിൽ ഉടനീളം ജിഹാദി ടെററിസം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിനെ, ആ ഐഡിയോളജിയെ കൂടി കഠിനമായി വിമർശിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും മാത്രമേ ഇന്ത്യക്കല്ല ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇന്ത്യയുടെ പ്രശ്നമൊന്നുമല്ല, ഇത് ലോകത്തിൻ്റെ പ്രശ്നമാണ്, മാനവികതയുടെ പ്രശ്നമാണ്. ആ കാര്യത്തിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ റെസ്പോൺസ് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ അക്രമം ഉണ്ടായ സമയത്ത് തന്നെ അവർ പറഞ്ഞു ഇറ്റ്സ് എ ക്രൈം എഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു. എ ക്രൈം എഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മാത്രമാണ് അത്തരം ഒരു പ്രയോഗം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജിഹാദിസ്റ്റുകൾ മാനവികതയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ ഇസ്ലാം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാനാണ്. ഇസ്ലാമാബാദ് എന്നുള്ള പേരിൽ ഒരു തലസ്ഥാനം ഉണ്ടാക്കിയതുകൊണ്ട് അത് ഇസ്ലാം ആകില്ല. അത് മാത്രമല്ല, അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല, അതൊരു സുന്നി സ്റ്റേറ്റ് കൂടിയാണ്. കാരണം ഗൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലുള്ള അവിടുത്തെ ഷിയാക്കളെയും നൂർബക്ഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ തീവ്രവാദ സുന്നികളെ കൊണ്ടുവന്ന് അവിടുത്തെ പോപ്പുലേഷൻ തന്നെ മാറ്റിക്കളഞ്ഞു. 1948 85% ഷിയാക്കളും നൂർബക്ഷികളും ഉണ്ടായിരുന്ന ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ നമ്മുടെ രാജ്യത്തിന് എതിരായ ഭീകരതയെ, മതഭീകരതയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ച പാകിസ്ഥാൻ ആ നിലയിൽ നിന്ന് തുറന്നു കാട്ടപ്പെടുന്നു. ശക്തമായ തിരിച്ചടി നേരിട്ട് തന്നെ നിൽക്കുക കൂടിയാണ്. ആ നിലയിൽ നിൽക്കുമ്പോഴും ഷെല്ലാക്രമണം നടത്തി രാജ്യത്തെ, ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കത്തിന് ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യ തുടർന്നുള്ള സമയങ്ങളിൽ അതിനോട് പ്രതികരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കഴിഞ്ഞു. വളരെ ചുരുക്കം വാക്കുകളിൽ കേണൽ സിബി ജോർജ്, ഇനിയുള്ള മണിക്കൂറുകൾ, ദിവസങ്ങൾ അത് എത്രമാത്രം ക്രൂഷ്യലാണ്? ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ ക്രൂഷ്യലാണെന്ന് വേണം തന്നെ നമുക്ക് എല്ലാവർക്കും കരുതാൻ. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ആക്ഷൻ നടക്കുകയാണ്, പ്ലാനിങ് നടക്കുകയാണ്, സ്ട്രാറ്റജീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾക്ക് ആസ് എ നേഷൻ, ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഒരുങ്ങാൻ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസ്, അങ്ങനെയുള്ള സ്പെഷ്യൽ കമാൻഡോസ് ആൻഡ് പാരാ കമാൻഡോസ്, ഇവരൊക്കെ ഒരുപക്ഷെ ആക്ഷനിലായിരിക്കാം ഓൾറെഡി. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ആസ് എ നേഷൻ വി ഷുഡ് ബി പ്രിപ്പയർഡ്. ഓൾ ദി ബെസ്റ്റ്. യെസ്, കേണൽ ഉണ്ണിത്താൻ ഇതേക്കുറിച്ച് ഒന്ന് ചുരുക്കി, വളരെ ചുരുക്കി. കേണൽ സിബി പറഞ്ഞ പോലെ നമ്മൾ ഒരു രാജ്യം ഒന്നിച്ച് നിന്ന്, കാരണം മതഭേദങ്ങൾ വ്യത്യാസമില്ലാതെ ഈ ഇന്ത്യക്ക് ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് 100% അല്ല 200% സപ്പോർട്ട് ചെയ്യണം. അതിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത്, മതം കൊണ്ടുവരരുത്. പിന്നെ മൂന്നാമത് നമുക്കുള്ള കേപ്പബിലിറ്റീസ് അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്. ഞാൻ ചോദിച്ചത് താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇനി വരുന്ന, നേരത്തെ സിബിയോട് ചോദിച്ച പോലെ തന്നെയാണ്, ഇനി വരുന്ന മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ സൈന്യത്തെ സംബന്ധിച്ച്, സൈനിക നീക്കത്തെ സംബന്ധിച്ച് ഒക്കെ എങ്ങനെയാണ് താങ്കൾ ഒബ്സർവ് ചെയ്യുന്നത്? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഇന്ന് 15-16 ദിവസങ്ങളാണ്. ഈ 16 ദിവസം കൊണ്ട്
ഇന്ത്യയുടെ വാർ മെഷീനറി ഹാസ് ബീൻ ഗിയർഡ് അപ്പ് വെരി വെൽ. ഓക്കെ. ഇന്ത്യയുടെ വാർ മെഷീനറി വെൽ ഓയിൽഡ് ആണ്. നല്ല രീതിയിൽ അത് ഗിയർ അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ലൂസ് സെൻസ് ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ ഈ ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ ഒരു പക്ഷേ ശരി ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഇടും ഒരു പക്ഷേ അതിന് ട്രൈ ചെയ്താൽ ദാറ്റ് വാസ് എൻഡ് ഓഫ് ദ തിങ് ആൻഡ് നത്തിങ് ഇസ് മച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇന്റർനാഷണൽ പ്രഷർ ഉണ്ട്. സത്യത്തിൽ ഒരു ഫുൾ ഫ്ലഷ് വാറായിട്ട് ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. റൈറ്റ്. ശ്രീ വിൻസെൻ്റ്, നാളെ സർവകക്ഷി യോഗമുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും പഹൽഗാമിലുണ്ടായ ഒരു ആഭ്യന്തര സുരക്ഷയിലെ ഒരു വീഴ്ച എന്ന പ്രശ്നം രാജ്യം ശക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഭീകരർ അതിർത്തി കടന്ന് ഇവിടെ എത്തി, പഹൽഗാമിലെത്തി ഇന്ത്യക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ ആഭ്യന്തര സുരക്ഷ എന്ന പ്രശ്നമടക്കം ഗൗരവത്തോടുകൂടി രാജ്യവും ഇതിനിടയിൽ വളരെ സീരിയസ് ആയി കാണേണ്ടത് തന്നെയാണോ? ഒന്ന് വളരെ ക്യുക്കായി ഒന്ന് താങ്കൾ, നാളെ സർവകക്ഷി യോഗം കൂടി നമ്മുടെ മുമ്പിലുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല, തീർച്ചയായിട്ടും അതെ. നമ്മളുടെ സെക്യൂരിറ്റിയുടെ തലത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ വീഴ്ചകളിലൂടെയാണ് പലപ്പോഴും നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും ആക്രമണം നടത്തുന്നതും. അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. അതിലേതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും പരിശോധിക്കുകയും അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും വേണം. അതല്ലാതെ ഇപ്പോൾ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി അതുകൊണ്ട് ഇതെന്തോ നമ്മുടെ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു സെൽഫ് ഹേറ്റിംഗ് എന്നുള്ള തലത്തിലേക്ക് ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് ഈ 100% പഴുതടിച്ച സെക്യൂരിറ്റി ലോകത്ത് ഒരിടത്തും ആർക്കും ചെയ്യാൻ സാധിക്കില്ല. അമേരിക്കയിൽ ഭീകരരെ ആക്രമണം നടത്തിയില്ലേ, അങ്ങനെയല്ലേ ട്വിൻ ടവേഴ്സ് തകർന്നടിഞ്ഞത്. അപ്പോൾ 100% പഴുതടച്ച സെക്യൂരിറ്റി എന്നുള്ളതൊന്നും സാധ്യമായ കാര്യമല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അതിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഇത്തരത്തിൽ ഇൻകേഷൻ ഉണ്ടാകാതിരിക്കാൻ, ഇത്തരം ഒരു സാഹചര്യത്തെ തിരിച്ചടിക്കാനുള്ള ഊർജ്ജമാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇവിടെ മതം ആയുധമാക്കി ഇന്ത്യക്കെതിരായിട്ട് ഒരു വാർ ഫ്രണ്ട് വീണ്ടും തുറന്നിരിക്കുകയാണ്. ഇവിടെ മതേതരത്വത്തിന്റെ മഹത്തായ മൂല്യങ്ങളും ഇന്ത്യൻ ദേശീയതയുടെ പോരാട്ട വീര്യവും നിറച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടായി അതിനെ അഭിമുഖീകരിക്കും. യാതൊരു സംശയവുമില്ല. അതിശക്തമായി തന്നെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെയാണ് പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യക്കെതിരായ ഭീകരതയ്ക്കുള്ള ഒരു സുപ്രധാന ഇടമായി, ഭീകരവാദികളുടെ സ്വർഗമായി പാകിസ്ഥാൻ മാറുന്നു എന്ന നിലയ്ക്കുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഇന്ന് പ്രതിരോധ മന്ത്രാലയം, വിദേശകാര്യ സെക്രട്ടറി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനെതിരായ വലിയ നീക്കമാണ് നടന്നിട്ടുള്ളത്. നാളെ വളരെ സുപ്രധാനമായ മറ്റൊരു ഘട്ടം തന്നെയാണ്. രാജ്യത്തെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരു സർവകക്ഷി യോഗത്തിലേക്ക് പോവുകയാണ്. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെയും വളരെ ശക്തമായ അഭിപ്രായങ്ങൾ ഉയരുകയും അതെല്ലാം തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങളെ കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കട്ടെ എന്ന് തന്നെയാണ്, തീർക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ആ നിലയിൽ വളരെ ശക്തമായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നു. പക്ഷേ യുദ്ധമല്ല ഒന്നിനും ഒരു പരിഹാരം എന്നുള്ളത് കൂടിയുണ്ട്. ആ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ഈ തിരിച്ചടിയിൽ നിന്ന് പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്.